പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇനി സ്വത്തുകൾ കൈക്കലാക്കുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അഭിഷേകിനെ ചെന്ന് കാണുകയാണ് ഇഷ. അഭിഷേക്, കാര്യങ്ങളെല്ലാം രാഹുൽ അറിഞ്ഞു കഴിഞ്ഞു. നീ അവനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാം എന്നുള്ള കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതുവരെ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. കേസിന്റെ കാര്യം എന്തായി രാഹുൽ? ഇഷ, നീ ഇങ്ങനെ ടെൻഷനാകാതെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ധൈര്യമായിരിക്കൂ. കാര്യങ്ങൾ കൈവിട്ടു പോവുകയില്ല. ഞാനല്ലേ പറയുന്നത്. നമുക്ക് ഒരു പോംവഴി ഉണ്ടാക്കാം. ഇതിന് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് ഒരു തന്ത്രം. അഭിഷേക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവൻ എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളാണ് ഇപ്പോൾ അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അവനെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യം ആയിരിക്കില്ല. അതാണ് എനിക്ക് ഇത്രയധികം ടെൻഷൻ. പേടിക്കാതിരിക്കൂ ഇഷ, ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അവൻ ഇപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് എനിക്കറിയാം. അവനെ തടയുന്നതിനായുള്ള നീക്കം ഞാനും തുടങ്ങിക്കഴിഞ്ഞു. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. എല്ലാ കാര്യവും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഈ അവസരം സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ പ്ലാൻ ഞാൻ അതിനു വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ്. ഇതോടെ ഇഷ അഭിഷേകിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് ദേവബാലയെ ഫോൺ ചെയ്യുന്ന രാഹുൽ. ദേവബാല, ഞാൻ രാഹുലാണ്. ആ, പറയൂ രാഹുൽ. ദേവബാല പറഞ്ഞതിനെ പറ്റി ഞാൻ കുറെ ആലോചിച്ചു. ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുമോ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അതിനെന്താ, ഞാൻ വരാലോ രാഹുൽ. ഇന്ന സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ദേവബാല രാഹുലിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് രാഹുലിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ദേവബാല, ഇഷയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തോ? ഇഷ പ്രഗ്നൻ്റ് ആണ്. ആ കാര്യം സത്യം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഞാനൊരു സത്യം പറയാം, അത് എൻ്റെ കുഞ്ഞല്ല, ഇഷയുടെയും അഭിഷേകിൻ്റെയും കുഞ്ഞാണ്. ഇത് കേട്ട് ദേവബാല ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത്? അഭിഷേകിൻ്റെയോ? അതെ, ഇഷയ്ക്ക് അവനുമായുള്ള ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണത്. എൻ്റെ കുഞ്ഞല്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇത് കേട്ട് നീ ഭയപ്പെടേണ്ട. ആ കാര്യം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇഷയെയും കുഞ്ഞിനെയും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. പക്ഷേ അഭിഷേക്, അവൻ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു തടസ്സമായി വരരുത്. അതാണ് ദേവബാല എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. അഭിഷേകിനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. അഭിഷേകിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം രാഹുൽ എടുത്താൽ മതി. അതെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇഷയും അതുപോലെ തന്നെ അഭിഷേകും പ്ലാനിങ്ങുകൾ നിരത്തുകയാണ് എന്നാണ്. അവർ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ നമുക്കും നിന്നാൽ കാര്യങ്ങൾ സുഗമമായി നടത്താം. ഞാനതിന് തയ്യാറാണ് രാഹുൽ. എനിക്കെൻ്റെ അഭിഷേകിനെ വേണം. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാഹുലിനും സന്തോഷമായിരിക്കുകയാണ്.
ഇതോടെ പുതിയ പ്ലാനിങ്ങുകൾ ദേവബാലയുമായി ചേർന്നുകൊണ്ട് അഭിഷേക് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ അറസ്റ്റ് അത് നടക്കരുത്. അത് നടന്നാലാണ് പ്രശ്നങ്ങൾ വഷളാവുക. അതിനുവേണ്ടി ദേവബാല എന്നെ സഹായിച്ചേ പറ്റൂ. ഞാനതിന് തയ്യാറാണ്. യാതൊരു വിധത്തിലും പേടിക്കേണ്ട. ഈ അറസ്റ്റ് നടക്കില്ല. മാത്രവുമല്ല, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ ദേവബാല അഭിഷേകെന്നും നിന്റേതായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് രാഹുൽ മടങ്ങിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.